ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ശറഹുൽ ഈലാഹിൽ പറയുന്നത് കാണാം. അതേ നിങ്ങൾ കണ്ടിട്ടില്ലേ, പരിശുദ്ധ മക്കയിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമല്ലേ വിശുദ്ധ മക്ക. ഓരോ സീസൺ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് കൂടുന്നത്. അതേ സമയത്ത് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് നാനാ രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വൃത്തികേടോ എന്തെങ്കിലും ഒരു മാലിന്യമോ ആരെങ്കിലും ഒരു മൂത്രമൊഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് സാധനങ്ങളോ ഒരു വൃത്തികെട്ട സാധനങ്ങൾ മക്കയിൽ കാണാൻ കഴിയില്ല. ആ പരിസരത്ത് എവിടെയും കാണാൻ കഴിയില്ല. എത്ര ക്ലീനാണ്, നളീഫാണ്. അതേ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവ് ചെയ്തിട്ട് അവര് വൃത്തിയാക്കുന്നു. ഹറമിന്റെ മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും ഹറമിന്റെ പരിസരത്ത് എന്ത് കാണിച്ചാലും അവിടുത്തെ പോലീസുകാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഒന്നും പറയില്ല. അവരങ്ങ് വൃത്തിയാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഒന്ന് തുപ്പാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ തുപ്പിയാൽ, മൂത്രിക്കാൻ പറ്റാത്ത സ്ഥലത്ത് മൂത്രിച്ചാൽ അവര് ഒന്നും ശകാരിക്കില്ല, ചീത്ത പറയില്ല. പക്ഷേ ആ സമയം തന്നെ അവരത് വൃത്തിയാക്കുന്നതോ. അത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ അല്ലെങ്കിൽ അതുപോലെ ഒരു 10,000 ആളുകൾ കൂടുന്ന സ്ഥലത്ത് ചെന്നാൽ 2-3 ദിവസത്തേക്ക് ഒരു സമ്മേളന നഗരിയിൽ ചെന്നാൽ എന്തൊക്കെ വൃത്തികേടുകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് എവിടെയും ഒരു വൃത്തികേടില്ല, മാലിന്യങ്ങളില്ല, നജസുകളില്ല. അങ്ങനെ അത്രയും ക്ലീൻ ആക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ, ഹറമിലും മക്കത്തും മദീനത്തുമൊക്കെ കൂളായിട്ട് ഈ പ്രാവുകൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ അരിയും ഗോതമ്പും ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുന്നത് കാണാം. ആ പ്രാവുകൾക്ക് എവിടെയും വരാം, അവർക്ക് നല്ല ഏത് രൂപത്തിലും ഭക്ഷണം കൊടുക്കാം, അരിയിട്ട് കൊടുക്കാം. ആരും അവരെ ആട്ടിയോടിക്കുന്നില്ല. അവർക്ക് അരിയിട്ട് കൊടുക്കുന്നതോ ഗോതമ്പിട്ട് കൊടുക്കുന്നതോ എതിർക്കുന്നില്ല. എന്തേ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അവിടുത്തെ പ്രാക്കൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഹബീബ് റസൂലുള്ളാഹ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ 2-3 ദിവസം സ്റ്റോറിൽ ഒളിച്ചിരുന്നപ്പോ തന്നെ തെരഞ്ഞുകൊണ്ട് വരുന്ന തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഖുറൈശികളിൽ നിന്ന് ഒന്ന് ഒളിക്കാൻ ഹബീബ് ആ ഗാർ സൗർ ഉപയോഗപ്പെടുത്തിയപ്പോ ആ ഗാർ സൗറിന്റെ സമീപത്ത് 2 പ്രാക്കൾ ഉണ്ടായിരുന്നു. ഈ പ്രാക്കൾ ചിന്തിച്ചു, അല്ലാഹ്, ഹബീബ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ മുസ്ലിമീങ്ങളെ, ലോകത്ത് മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കും മുത്തുനബിയെ തിരിച്ചറിയുമായിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ ജീവിയും അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് വരണ്ടോടിയിട്ടില്ല. ഒരു മൃഗവും തങ്ങളെ കണ്ടാൽ പേടിച്ചോടുകയില്ല. എല്ലാ ജീവികൾക്കും തങ്ങളെ തിരിച്ചറിയുമായിരുന്നു. ചെറിയ കുട്ടികൾക്ക് തങ്ങളെ തിരിച്ചറിയുമായിരുന്നു. അല്ലാഹ്, അതുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും കൂടെ ഈ ഗുഹായിൽ അന്ന് അഭയം തേടിയപ്പോ ഈ 2 എണ്ണപ്രാവുകൾ പരസ്പരം ചോദിക്കുകയാണ്, നമുക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിന് ഒരു കാവലെന്ന നിലക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകിക്കൊടുക്കാം. കാരണം അത്തരം പ്രാക്കൾ കുറുകുന്നത് എവിടെയാണ്? നിങ്ങൾ കണ്ടില്ല, നമ്മളെ നാട്ടിൽ ആ പ്രാക്കൾക്ക് അമ്പലപ്രാവ് എന്നാ പറയാറുള്ളത്. ഈ പ്രാക്കൾ ആളുകളുമായിട്ട് ഇണങ്ങുകയില്ല. ആളുകൾ വസിക്കുന്ന സ്ഥലത്ത് അത് നിൽക്കുകയില്ല. ആളില്ലാത്ത വീടുകളിലും ആളില്ലാത്ത സ്ഥലത്തുമാണ് അത് താമസിക്കാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 2 പ്രാക്കളങ്ങ് കുറുകിയാൽ അത് ശബ്ദം കേട്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇവിടെ ജനങ്ങളില്ല, ജനവാസമില്ല. ഇതുകൊണ്ടല്ല ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹമി. ആ പ്രാക്കളങ്ങ് കുറുകി
അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ആ പ്രാക്കളുടെ സന്താന പരമ്പരകൾക്ക് അന്നത്തിന് മുട്ടില്ല, ഭക്ഷണത്തിന് ക്ഷാമമില്ല, അവർക്ക് കഷ്ടപ്പാടില്ല. അന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒളിഞ്ഞിരിക്കുമ്പോ അവരെ പങ്ക് വഹിച്ചതാ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിധേരെ ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ, ഒരു ഭാഗവാക്കായിട്ടുണ്ടോ, ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടോ? അവരെ സന്താന പരമ്പരകൾക്ക് പോലും അതിന്റെ ഗുണം ലഭിക്കുന്നതാ. അന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, ആ തങ്ങൾക്ക് തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കൂടിയാലോചന നടത്തുന്ന മീറ്റിംഗിൽ ഇവര് വരാത്തത് കൊണ്ട് അവർക്ക് ആ സ്വലാത്ത് കിട്ടിയില്ല. മുത്തുനബിന്റെ കുടുംബം എന്ന പ്രത്യേകത ഈ രണ്ട് മക്കൾക്ക് കിട്ടി. മക്കളെ സന്താന പരമ്പരയിൽ പിറന്നവർക്ക് ഖിയാമത്ത് നാൾ വരെ കിട്ടിയില്ല. ഈ ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും പറയുന്ന പേരാണ് നബി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അതൊക്കെ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. അതേ സമയത്ത് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഹ്ലു ബൈത്ത് ആരാണെന്നറിയുമോ? അതേ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മഹാനായ അലി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് ദമ്പതികളിൽ പിറന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരകൾക്ക് പറയുന്ന പേരാണ് അഹ്ലു ബൈത്ത്. നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് ഖുറൈശികൾ പരിഹസിച്ചതാണ്. അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കൾ പിറന്നിരുന്നു. 4 പെൺകുട്ടികളെ മാത്രമാ തങ്ങൾ പോറ്റി വളർത്തിയത്. റസൂലുള്ളാഹിന്റെ ആൺകുട്ടികളൊക്കെ നേരത്തെ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി എന്ന കുട്ടി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ കാല ചെറുപ്പത്തിൽ മരണപ്പെട്ടവരാ. സുബ്ഹാനല്ലാഹ്. ഈ കുട്ടികളൊക്കെ മരണപ്പെട്ടപ്പോ മക്കക്കാര് പറഞ്ഞിരുന്നു, ഈ മുഹമ്മദ് മരണപ്പെട്ടാൽ, കാലം കഴിഞ്ഞാൽ ഈ മുഹമ്മദിന് സന്താന പരമ്പരയില്ല, പരമ്പരയില്ലാത്തവനാണ്, വാലിമുറിഞ്ഞവനാണ് എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ വല്ലാതെ പരിഹസിച്ചിരുന്നു. അതിന് പടച്ച റബ്ബ് പറഞ്ഞ മറുപടിയാണ്, ഇന്നാ ഉത്വൈനാക്കൽ കൗസറ. നബിയേ, തങ്ങൾക്ക് പെരുത്ത് മക്കളെ തന്നു. തങ്ങൾക്കുള്ളത്ര സന്താന പരമ്പര ലോകത്ത് മറ്റാർക്കുമില്ല. മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇന്ന് തങ്ങന്മാരില്ലാത്ത രാഷ്ട്രങ്ങളുണ്ടോ? തങ്ങന്മാരില്ലാത്ത രാജ്യങ്ങളുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും സുബ്ഹാനല്ലാഹ് ആയിരക്കണക്കിന് സാദാത്തുക്കളാണ്. തങ്ങ് ബഹുമാനപ്പെട്ട മുത്തുനബിയെ പോലെ സന്താന സൗഭാഗ്യമുള്ള ഒരാളുമില്ല. ഇന്ന ശാനിയക വൽ അബ്തർ. ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? ആര് പറഞ്ഞു തങ്ങൾ വാരിമുറിഞ്ഞെന്ന്? ആര് പറഞ്ഞു തങ്ങൾക്ക് ഗുണം കെട്ടവനെന്ന്? ആര് പറഞ്ഞു തങ്ങൾക്ക് പരമ്പരയില്ലെന്ന്? അവനാണ് ഗുണം കെട്ടവൻ, അവനാണ് വാലിമുറിഞ്ഞവൻ, അവനാണ് പരമ്പരയില്ലാത്തവനെന്ന് ഖുർആനിലില്ലേ. ഇന്ന ശാനിയക വൽ അബ്തർ. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു ബൈത്ത് ലോകത്തുനിന്ന് മുറിഞ്ഞു പോകൂല, നിന്നു പോകൂല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളില്ല, സന്താനങ്ങളില്ല, പരമ്പരയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആരുടെയെങ്കിലും പരമ്പര ഇന്ന് പറയാൻ കഴിയുമോ? നിലനിൽക്കുന്നുണ്ടോ? അറിയപ്പെട്ടിട്ടുണ്ടോ? അതേ സമയത്ത് തങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്നതാണ്. ഈ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, ഈ ഖുർആന്റെ മാനുഷികത ബോധ്യപ്പെടുത്തി തരാൻ, ഈ ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരാൻ, ഈ ഖുർആന്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ എല്ലാ കാലത്തും എന്റെ പകരമായി എന്റെ സന്താന പരമ്പര ലോകത്ത് നിലനിൽക്കുന്നതാ. ഹബീബ് റസൂലുള്ളാഹ് അവസാനം അതേ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി അൽ മഹ്ദിയുൽ മുൻതളിർ പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദി ഇമാം വരെ ഇത് മുറിഞ്ഞു പോകൂല.
വിശുദ്ധ ഖുർആനും ആ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അഹ്ലു ബൈത്തും. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിന്റെ മക്കളാണ്. സാധാരണ ആൺമക്കളിൽ കൂടിയാണ് പരമ്പര നിലനിൽക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളെ പവറാണ്. സാധാ ആൺകുട്ടികൾക്കുള്ള പവറാണല്ലോ ഫാത്തിമ ബീവിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ശരീരമാ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പരമ്പര പടച്ചറബ് നിലനിർത്തിയത് ഫാത്തിമ ബീവിയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ സമയത്തും കരുത്തും ശക്തിയും പകർന്നിരുന്നത് ബീവി ഫാത്തിമയാ. സാധാരണ സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാവാറുണ്ട്, ഫാത്തിമ ബീവിക്ക് മെൻസസ് ഉണ്ടായിട്ടില്ല. ആൺകുട്ടികളെ പവറോ. കഅബാലയത്തിന്റെ സമീപത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിലേക്ക് ചീനാറുന്ന ഒട്ടകത്തിന്റെ കൊടൽമാല കൊണ്ടിടാൻ വേണ്ടി ശ്രമം നടത്തി. അത് കണ്ടിട്ട് പുഞ്ചിരിച്ചവരെ സന്തോഷിച്ച് തിമിർത്താടുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സഹോദരന്മാരെ ബക്കറ്റ് പിരി വരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് സദക്ക കൊടുക്കണം എന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു ഒരു ചെറിയ ശാരീരികമായി വളരെ ചെറുപ്പമുള്ള ശരീരമാണ്. നമ്മിൽ ഒരാൾ ഇരുന്നാൽ എത്രയാണോ പൊക്കമുള്ളത് അത്രയാ ബഹുമാനപ്പെട്ട നിൽക്കുമ്പോൾ പൊക്കമുള്ളത്. പൊക്കം കുറഞ്ഞ ശരീരമില്ലാത്ത ഒരു പാവപ്പെട്ട സ്വഹാബിയാണ്. അതേ സമയത്ത് അതേ മക്ക ഖുറൈശികളുടെ ഒട്ടകങ്ങളും ആടുകളും മേയിച്ചിട്ട് അവർക്ക് കൂലിക്ക് വേണ്ടി ഒട്ടകങ്ങളെയും ആടുകളെയും മേയിച്ചിട്ട് കിട്ടുന്ന നാണയത്തിന്റെ തുട്ടുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയ പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഈ ഖുറൈശി തമ്പ്രാക്കന്മാർ അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് അടക്കമുള്ള ആളുകൾ കഅബാലയത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് സന്തോഷിച്ച് ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ള പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ഇതാ തിമിർത്താടുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ കരള് പൊട്ടുന്നുണ്ട്, മനസ്സ് വേദനിക്കുന്നുണ്ട്. പക്ഷേ സമീപത്തേക്ക് ചെന്നാൽ ജീവൻ പേടിയ നിഷ്കരുണം അവരടിച്ചു കൊല്ലുന്നതാ. പലരെയും അവർ കൊന്നിട്ടുണ്ട്. യാസിർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ട്, സുമയ്യ ബിവി ആ രൂപത്തിൽ കൊന്നിട്ടുണ്ട്. പലരെയും ആ രൂപത്തിൽ അവർ നിഷ്കരണം കൊല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ നേരിട്ട് ചെന്നു ഫാത്തിമ ബീവിയോട്, മോളെ ഫാത്തിമ, ഉപ്പ വരും എന്ന് പ്രതീക്ഷിച്ചു കാത്തിരിക്കണ്ട. ഉപ്പയുടെ അവസ്ഥ ശരിക്കങ്ങി വിവരിച്ചു കൊടുത്തപ്പോ ഫാത്തിമ ബീവി ഓടി വന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മിൽപ്പെട്ട ആർക്കെങ്കിലും അങ്ങാടിയിൽ വെച്ചുകൊണ്ട് നമ്മളെ പരിഹസിക്കപ്പെടുമ്പോ, അങ്ങാടിയിൽ വെച്ചുകൊണ്ട് നമ്മളെ മർദ്ദിക്കപ്പെടുമ്പോ, അങ്ങാടികൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ ഓടി വരാറുള്ള ആൺകുട്ടികളല്ലേ? ഉടനടി ഫാത്തിമ ബീവി ഓടി വന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ നിന്ന് ഈ ഒട്ടകത്തിന്റെ കൊടൽമാല നീക്കിയിട്ടിട്ട് അതേ കഥാ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് തിമിർത്താടുന്ന ഈ ഖുറൈശി പ്രമുഖന്മാരെ കൊള്ള നോക്കിയിട്ട് ശക്തമായി ശകാരിച്ചു. ഫാത്തിമ ബീവിന്റെ ശകാര വർഷങ്ങൾക്ക് മുമ്പിൽ അവര് പകച്ച് നിന്ന് പോയി, പേടിച്ചു പോയി. അവര് മ്ലാനതയോടുകൂടി എഴുന്നേറ്റ് പോയി. ഞാൻ എന്തേ പറയുന്നത്? ആൺകുട്ടികൾക്കുള്ള അതേ പവറാണ് ഫാത്തിമ ബീവിക്ക്. അതുകൊണ്ട് ഫാത്തിമ ബീവിയിൽ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്താന പരമ്പര പടച്ച റബ്ബ് സംരക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കൂടി കേട്ടോളൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അതെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമുദ്രത്തിൽ യാത്ര ചെയ്തവർക്കറിയാ, നമ്മുടെ ഈ സമുദ്ര കടൽ തീരത്തുള്ള ഈ തീരത്തുള്ള കടലിലെ വെള്ളത്തിന്റെ കളറും അകലെ ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാലുള്ള ഉൾക്കടലിലുള്ള കടലിലെ വെള്ളത്തിന്റെ കളറും വ്യത്യാസമുണ്ട്. നീല കളറുള്ള വെള്ളവും പച്ച കളറുള്ള വെള്ളവുമുണ്ട്, ഉപ്പ് രസമുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവുമുണ്ട്, രക്തക്കളറുള്ള വെള്ളവും അല്ലാത്ത വെള്ളവുമുണ്ട്. ഈ വെള്ളങ്ങളൊക്കെ കൃത്യമായി ഒരു പ്രത്യേകമായി പടച്ച റബ്ബ് ഇങ്ങനെ ചേർത്തി വെച്ചിരിക്കുകയാണ്. ഒന്ന് മറ്റേതിലേക്ക് അങ്ങ് കടക്കുകയില്ല. ഈ കടൽ തീരത്തുള്ള പച്ച കളറുള്ള വെള്ളവും ഉൾക്കടലിലെ നീല കളറുള്ള വെള്ളവും അത് പരസ്പരം കൂടി കലരുന്നില്ല. ഉപ്പ് രസമുള്ള വെള്ളവും അല്ലാത്ത വെള്ളവും തമ്മിൽ കൂടിക്കലരുന്നില്ല. അല്ലാഹു പറയുന്നു മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഈ രണ്ട് സമുദ്രങ്ങൾ കൂടുന്ന സ്ഥലത്ത് അല്ലാഹു തആല ചേർത്തി വെച്ചിരിക്കുന്നു. പക്ഷേ ബൈനഹുമാ ബർസഹുൻ ലാ യബ്ഗിയാൻ. ഇത് കണ്ണിൽ നമ്മുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഭയങ്കരമായ മറയുണ്ട്. ഈ മറ ഭേദിച്ചു ഒന്ന് മറ്റേതിലേക്ക് പ്രവേശിക്കുകയില്ല. മാത്രമല്ല യഖ്റുജു മിൻഹുമൽ ലുഉലു വൽ മർജാൻ. ഈ സമുദ്രത്തിൽ നിന്നാണ് കോടികൾ വരെ പിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും പുറത്തു വരുന്നത്. ഇത് ഈ ആയത്തിൽ ഒരു വ്യക്തമായിരിക്കുന്ന ലാഹിറായ അർത്ഥമാണെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. വിജ്ഞാനത്തിന്റെ സമുദ്രമാകുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങളെയും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും പടച്ച റബ്ബ് പരസ്പരം കൂട്ടിയിണക്കിയതാണ്. അവര് പരസ്പരം കൂട്ടിയിണക്കിയിട്ടുണ്ട്. പക്ഷേ ആ വിവാഹം നിശ്ചയിച്ച് പടച്ച റബ്ബാണല്ലോ നിശ്ചയിച്ചത്. റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ സന്ദേശം എത്തിച്ചത്. അങ്ങനെയല്ലേ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവിക്ക് കല്യാണത്തിന്റെ പ്രായമെത്തിയപ്പോൾ അറേബ്യയിലുള്ള ഉന്നത കുലജാതരായ കോടീശ്വരന്മാരായ ആളുകള് വിവാഹാന്വേഷണവുമായി വന്നതാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ത്ലാസിന്റെ തട്ടിൽ നിർത്തിയിട്ട് ഫാത്തിമ ബീവിന്റെ തൂക്കത്തിന് സ്വർണം കൊടുക്കാം, വെള്ളി കൊടുക്കാം മഹറായിട്ട് നിശ്ചയിച്ചുകൊണ്ട് വിവാഹാന്വേഷണവുമായി വന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് നൽകിയില്ല, സമ്മതം മൂളിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, തങ്ങളെ ഫാത്തിമാനെ എനിക്ക് കെട്ടിച്ചു തരുമോ? സമയമായിട്ടില്ല. പലരും ചോദിച്ചു. ഉസ്മാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, സമയമായിട്ടില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങളോട് പലരും നിർബന്ധിച്ചു, നീ എന്ന് ചോദിച്ചു നോക്ക്. അലി റളിയല്ലാഹു അൻഹു കാലച്ചെറുപ്പത്തിൽ തന്നെ മുത്തുനബിന്റെ വീട്ടിൽ സംരക്ഷണത്തിൽ വളർന്നവരാ. അതുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് കുടുംബബന്ധവുമാ. അതേ അബൂ താലിബിന്റെ മോനല്ലേ അലി റളിയല്ലാഹു അൻഹു തങ്ങള്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മകനാ. റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെ വളർന്നതാ. അതുകൊണ്ട് എനിക്ക് തങ്ങളോട് ചോദിക്കാൻ പ്രയാസമാ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ദിവസം അതാ നാണിച്ച് തങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നു. അലിയാര് വന്നപ്പോ തന്നെ തങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നു. ഒന്നും ചോദിക്കാതിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, അലി എന്ത് പറ്റി? ഫാത്തിമാന്റെ കല്യാണാന്വേഷണവുമായി വന്നതാണോ? അലിയാര് അതേ എന്ന് മറുപടി പറഞ്ഞതോടുകൂടി മർഹബാ അഹ്ലൻ വസഹ്ലാ. അലിയാര് അത്ര വലിയ അറിയപ്പെട്ട സുന്ദരനല്ല, അലിയാർ അറിയപ്പെട്ട കോടീശ്വരനല്ല. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശേഷി എന്താണെന്നറിയോ? അതേ മദീനയുടെ പ്രാന്തപ്രദേശത്ത് അങ്ങ് അകലെ ഈന്തപ്പന ഓലകളെ കൊണ്ട് മറച്ചു കെട്ടി ഉണ്ടാക്കിയ കുനിഞ്ഞുകൊണ്ട് മാത്രം അകത്തേക്ക് കടക്കാൻ പറ്റുന്ന ചെറ്റപ്പുരയാ. ആ പുരയിൽ ആരാണ് അലിയാർക്ക്? മറ്റൊരാളില്ല. ഈ അലി റളിയല്ലാഹു അൻഹു കാലത്തതാ കത്തിയുമെടുത്ത് മലമലകളിൽ ചെന്നിട്ട് മുള്ളുകളും മറ്റും പുല്ലുകളും അറിഞ്ഞുകൊണ്ട് വന്നിട്ട് അതേ മദീനയിലെ ഒട്ടകത്തിന്റെ ഉടമകൾക്ക് കൊണ്ടുപോയി പുല്ലിന്റെ കെട്ടുകൾ വിറ്റിട്ട് ആ പുല്ലിന്റെ പുല്ല് വിറ്റിട്ട് കിട്ടുന്ന നാണയത്തുട്ടുകളെ കൊണ്ട് ജീവിതം നയിക്കുന്ന പാവപ്പെട്ട അലി. ഈ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ വിവാഹാന്വേഷണവുമായി വന്നപ്പോ മർഹബാ അഹ്ലൻ വസഹ്ലാ.
എന്തേ പടച്ച റബ്ബ കൂട്ടിയിണക്കിയത്? ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു തങ്ങളെയും ഫാത്തിമ ബീവിയും പടച്ച റബ്ബ് കൂട്ടിയിണക്കിയിട്ടുണ്ട്. പക്ഷേ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാ, ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഭേദിക്കാത്തൊരു മറയുണ്ട്, ഒരിക്കലും വിട്ടുകിടക്കാത്തൊരു മറയുണ്ട്. യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ, ഖിയാമത്ത് നാൾ വരെ വലിയ വിലപിടിപ്പുള്ള മുത്തുകള്, പവിഴങ്ങള് ഈ ദാമ്പത്യ പുലരിയിൽ നിന്ന് ലോകത്ത് വരുന്നതാ. അറിയപ്പെട്ട കിതാബുകൾ മുഴുവനും, ഔലിയാക്കൾ മുഴുവനും, അഖിയാസുകൾ മുഴുവനും, ഔലിയാക്കന്മാരെ പല തസ്തികയിലുള്ള വലിയ വലിയ മഹത്തുക്കൾ മുഴുവനും വന്നത് ഈ പരമ്പരയിലോ, അലിയാര മക്കളിലോ. അതേ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ബദവി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ശാദുലി തങ്ങള്, ഇബ്രാഹിം ഉദ്ദസൂഖി തങ്ങള്, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങള്, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങള്, ഈ അറിയപ്പെട്ട കിതാബുകൾ മുഴുവനും അഖിയാസുകൾ മുഴുവനും ഈ പരമ്പരയിൽ വന്നവരാ. യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ. ഈ മുത്തുകളൊക്കെ ഈ പരമ്പരയിൽ വരാനുള്ളതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലും അലി റളിയല്ലാഹു അൻഹു ആ പരമ്പര, ആ ദാമ്പത്യ പുലരിയിൽ ലോകത്ത് ഒരുപാട് മുത്തുകൾ വരാനുണ്ട്. ആ മുത്തിൽ ഒരു വല്ലാത്ത മുത്താണ് മഹാനായ റസൂലുള്ളാഹി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രം പറഞ്ഞാൽ എവിടെ എത്തൂല, അതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞതാ. ഞാൻ ആ വഴി മാത്രം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഉമ്മുൽ ഫദ്ൽ ബീവി റളിയല്ലാഹു അൻഹ? നിങ്ങളെന്താ ഉറങ്ങുക? ഉമ്മുൽ ഫദ്ലിനെ അറിയില്ല? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് അവരൊക്കെ ഉമ്മയാണ്. മൈമൂന ബീവിയുടെ ജേഷ്ഠത്തിയാണ്. മൈമൂന ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യ മൈമൂനയുടെ ജേഷ്ഠത്തിയാണ് ഉമ്മുൽ ഫദ്ൽ. ഈ ഉമ്മുൽ ഫദ്ൽ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് ഒരിക്കൽ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? ഞാൻ കണ്ട സ്വപ്നം വളരെ വളരെ ബേജാറുള്ള സ്വപ്നം. അതെന്താ? അതെ, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് അടർന്ന് എന്റെ മടിത്തട്ടിലേക്ക് വീണു. തങ്ങളുടെ പുന്നാര ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അടർന്ന് എന്റെ മടിത്തട്ടിൽ വീണു. ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. എന്തൊരു കുരുത്തക്കേടാ ഞാൻ ഈ കണ്ടത്. മുത്തുനബിന്റെ ശരീരത്തിൽ കഷ്ണം എന്റെ മടിത്തട്ടിൽ ഒന്ന് വീഴുകയോ? സുബ്ഹാനല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ ഫദ്ൽ പേടിക്കണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? എന്റെ പൊന്നുമോള് ബീബി ഫാത്തിമ ഒരു കുഞ്ഞിനിതാ ജന്മം നൽകാൻ പോകുന്നുണ്ട്. ഫാത്തിമ പ്രസവിക്കാൻ പോകുന്നുണ്ട്. ഫാത്തിമ പ്രസവിക്കുന്ന പൊന്നുമോൻ ഇതാ നിങ്ങളെ മടിത്തട്ടിൽ വളരേണ്ടി വരുന്നതാ. എന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ പെട്ടെന്ന് വഫാത്താകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ശേഷം 6 മാസമല്ലേ ഫാത്തിമ ബീവി ജീവിച്ചത്? മക്കളെ, നിങ്ങൾക്കറിയുമോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരല്ലേ ഫാത്തിമ ബീവിന്റെ മക്കള്? ഈ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പ്രസവിച്ചതിന്റെ 50ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ഗർഭം ധരിക്കുന്നത്. വളരെ ഒരു ഏകദേശം ഒരു വയസ്സേ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായി കൊണ്ടിരിക്കുമ്പോഴാണ് ഫാത്തിമ ബീവി വഫാത്താകുന്നത്. ഈ ഫാത്തിമ ബീവിയുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പിൽക്കാലത്ത് പോറ്റി വളർത്തിയിട്ടുള്ളത് ഈ ഉമ്മുൽ ഫദ്ൽ ബീവിയാ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് എന്താണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്, ഫാത്തിമ ബീവിന്റെ മക്കൾ എന്ന് പറയുന്നത് മുത്തുനബിന്റെ ശരീരത്തിന്റെ കഷ്ണങ്ങളാ.
ഏത് അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ എത്ര സാദാത്തുക്കളെ നമുക്കറിയാം. കേരളത്തിൽ തന്നെ 24 കുടുംബമുണ്ട്. സാദാത്തുക്കളുടെ 24 പരമ്പരയുണ്ട്. ഈ ഏത് സാദാത്തുക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാത്തുക്കൾ മുഴുവനും മുത്തുനബിന്റെ ശരീരത്തിന്റെ കഷ്ണങ്ങളാ. അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾ എന്ത് പരിഗണനയാണോ നൽകുന്നത് അത് അവിടുത്തെ സാദാത്തുക്കൾക്ക് നൽകേണ്ടതാ. ഉർകുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ മുത്തുനബിയെ കാണണേ അവിടുത്തെ അഹ്ലു ബൈത്തില്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാ കാലത്തും ഉള്ള അഹ്ലു ബൈത്ത് അത് മുത്തുനബിന്റെ കഷ്ണങ്ങളാ. അല്ലാഹുവിന്റെ റസൂൽ ഒരിടത്തുണ്ടെങ്കിൽ, റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമുണ്ടെങ്കിൽ, അതേ തങ്ങളെ മക്കളിൽപ്പെട്ട ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടിന് വലിയ സുരക്ഷയാ, വലിയ കാവലാ. മക്കളെ വിശദീകരിച്ചു പറയാൻ സമയമില്ല. ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ ഏതെല്ലാം രൂപത്തിലാണ് ഖുറൈശികൾ മുത്ത് റസൂലുള്ളാഹിനെ പീഡിപ്പിച്ചിരുന്നത്. കഅബാലയത്തിന്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ തവാഫിന് ചെല്ലുമ്പോൾ അബൂ താലിബ് മരിക്കുന്നതിന് മുമ്പ് അബൂ താലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ മരിക്കുന്നതിന്റെ മുൻപ് മുത്തുനബിയുടെ ശരീരം അവർ തൊട്ടിരുന്നില്ല. നബിക്ക് അവർക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നില്ല. തങ്ങളോട് വലിയ അബൂ താലിബിനോടും ഖദീജ ബീവിയോടും അവർക്ക് വലിയ കടപ്പാടായതുകൊണ്ട് തങ്ങളെ ഉപദ്രവിച്ചിരുന്നില്ല. നബുവത്തിന്റെ 9-ാം കൊല്ലം മുത്തുനബിക്ക് 49 വയസ്സാകുമ്പോ 49-ാമത്തെ വയസ്സിലല്ലേ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്താകുന്നത്. ആ വർഷം തന്നെയല്ലേ അബൂ താലിബും വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 ചിറകും ഒടിഞ്ഞതുപോലെ തങ്ങൾ ഏറ്റവും ദുഃഖിച്ച വർഷമാ. ദുഃഖവർഷം എന്ന് ചരിത്രം ആ വർഷത്തിന് പേര് പറഞ്ഞിട്ടുണ്ട്. ആ വർഷത്തിലാ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനുശേഷമാണ് തങ്ങൾക്കെതിരെ അവര് ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാ തങ്ങളെ കൊല്ലാൻ അവര് തീരുമാനിച്ചത്. അതേ കഅബാലയത്തിലേക്ക് തവാഫിന് വേണ്ടി വരുന്ന മുത്തുനബി, സുബ്ഹാനല്ലാഹ്, മക്കളെ നിങ്ങൾ കണ്ട മത്താഫല്ലല്ലോ പഴയ മത്താഫ്. ഇന്ന് നമ്മൾ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫിന് ചെല്ലുമ്പോ അതേ ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന വലിയ വലിയ മാർബിൾ കല്ലുകളോ, എത്ര വെയിൽ കൊണ്ടാലും ചൂടാകാത്ത കല്ലുകളോ. അതേ സമയത്ത് ഈ തൊട്ടടുത്ത് 10-40 വർഷമേ ആയിട്ടുള്ളൂ ഈ മത്താഫൊക്കെ ആ രൂപത്തിലാക്കിയിട്ട് അതിന്റെ മുമ്പടെ വലിയ പരിവരുത്ത കല്ലുകളോ, കൂർത്ത കല്ലുകളോ, അങ്ങനെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞിട്ടുള്ള മത്താഫിലേക്ക് ഹബീബ് തവാഫിന് വന്നപ്പോ തങ്ങളെ കാല് പിടിച്ച് നിലത്ത് തള്ളിയിട്ടതാ. അവിടുത്തെ കാലിൽ കയറ് കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട പൂമുഖം ഈ കല്ലിൽ കൂടി മുള്ളിൽ കൂടി വലിച്ചിട്ട്, മുഹമ്മദേ ഇന്നത്തെ തവാഫ് ഇങ്ങനെയാവട്ടെ, ഒരു തവാഫ് ഇങ്ങനെയും കിടക്കട്ടെ. ഈ രൂപത്തിൽ ഉപദ്രവിച്ചവരാണ് മക്കക്കാര്, ഈ രൂപത്തിൽ വേദനിപ്പിച്ചവരാണ് മക്കക്കാര്. അല്ലാതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ പൊറുതി മുട്ടിച്ചപ്പോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബാലയത്തിലേക്ക് വരാൻ പറ്റാത്ത അത്രയും വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ പോലും നാടുകടത്തിയപ്പോ, റുഖിയ ബീവി ഉസ്മാൻ തങ്ങളെയൊക്കെ ശബ്ശീനിയയിലേക്ക് പറഞ്ഞു വിട്ടപ്പോ, പല പ്രയാസങ്ങളും അനുഭവിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ഒട്ടകത്തിന്റെ
വലിയ ചീഞ്ഞിനാറുന്ന കൊടൽമാല കഴുത്തിലിടാൻ ശ്രമിച്ചപ്പോ അവിടുന്ന് നിസ്കാരത്തിൽ എഴുന്നേറ്റിട്ട് കൈ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്തു. അല്ലാ, എന്തെങ്കിലും ഒരു പനിഷ്മെന്റ് കൊടുത്തേ പറ്റൂ, ഇവർക്ക് എന്തെങ്കിലും ഷോക്ക് കൊടുത്തേ പറ്റൂ, ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലാതെ നിക്കക്കള്ളിയില്ല എന്ന് പടച്ച റബ്ബിനോട് കൈ ഉയർത്തിയിട്ട് മുത്തുനബി ദുആ ചെയ്തപ്പോ പടച്ച റബ്ബ് പറഞ്ഞതറിയോ? മകാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. തങ്ങളെ, തങ്ങളാകുന്ന ശറഫാക്കപ്പെട്ട അവിടുത്തെ പൂമേനി ആ നാട്ടിലുണ്ടോ, അവിടെ ശിക്ഷ വരൂല, ഒരു പനിഷ്മെന്റും വരൂല, ഒരതാപും വരൂല. എന്തെങ്കിലും ഒരു ചെറിയ ഷോക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ, അവർക്കൊരു ചെറിയ ശിക്ഷ നൽകണമെങ്കിൽ തങ്ങളാ നാട് വിട്ടു പോയേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂല് മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ശേഷമല്ലേ അവർക്ക് അതാപത്തി തുടങ്ങിയത്, അവർക്ക് ശിക്ഷ വന്നു തുടങ്ങിയത്. ഇല്ല, ഈ ഹബീബുള്ള സ്ഥലത്ത് ഒരു ശിക്ഷയും വരൂല, ഒരതാപും വരൂല. മക്കളെ, ഞാനൊന്നുകൂടി നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മളിതാ മലപ്പുറം വടക്കേ മലബാറിൽ താമസിക്കുന്നവരല്ലേ, പലതുകൊണ്ടും പേര് കേട്ട ജില്ലയല്ലേ നമ്മുടെ മലപ്പുറം ജില്ല. 10,000-കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത ജില്ലയല്ലേ മലപ്പുറം ജില്ല. ആയിരക്കണക്കിന് സാദാത്തുക്കളുള്ള ജില്ലയല്ലേ മലപ്പുറം ജില്ല. 100-കണക്കിന് രക്തസാക്ഷികൾ അന്തി ഉറങ്ങുന്ന ജില്ലയല്ലേ മലപ്പുറം ജില്ല. മഹാനായ ഖുത്ബുസ്സമാൻ അന്തി ഉറങ്ങുന്ന ജില്ലയല്ലേ മലപ്പുറം ജില്ല. ഇത് വാരിയംകുന്നത്തിന്റെ ജില്ലയാ, ഇത് ആലി മുസ്ലിയാര ജില്ലയാ. കഅബാലയത്തിന്റെ സമീപത്ത് ചാരിയിരുന്നു കൊണ്ട് ദീർഘമായി 7 കൊല്ലം ഇൽമു പഠിച്ച മഹാപണ്ഡിതനല്ലേ ആലി മുസ്ലിയാർ. യൂസുഫ് നബ്ഹാനി തങ്ങളെ ശിഷ്യനല്ലേ മഹാനായ ആലി മുസ്ലിയാർ. അങ്ങനെ എത്ര ചരിത്രങ്ങളാ ഈ മലപ്പുറം ജില്ലയിൽ. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അറിയുമോ? അതേ ഒന്നാം മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅ്ബരി, അതേ 1826 ജനിച്ച മഹാനായ വലിയ മഖ്ദൂം തങ്ങള് ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരിൽ നിന്നും അറിയാവുന്ന വിജ്ഞാനം മുഴുവനും നേടി ദീർഘമായ 10 കൊല്ലം പരിശുദ്ധ മക്കയിൽ ചെന്നുകൊണ്ട് പഠനം നടത്തി. ഇബ്നു ഹജർ തങ്ങൾ അടുത്ത് പഠിച്ചവരാ. മക്കത്ത് ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് 10 കൊല്ലം പഠനം നടത്തിയിട്ട് വീണ്ടും 7 കൊല്ലം കൈറോ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അൽ അസ്ഹറിൽ പോയിട്ട് പഠനം നടത്തിയിട്ട് ദീർഘമായ 17 കൊല്ലത്തെ പഠനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചു വന്നപ്പോ, ഈ വടക്കേ മലബാറിൽ തിരിച്ചെത്തിയപ്പോ, നിങ്ങളെ നാട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ 80ഉം 90ഉം 90ഉം 100ഉം ഒക്കെ പ്രായമുള്ള ഉമ്മമാരോ ഉപ്പമാരോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും പ്രായമുള്ളവർക്ക് കഥയറിയില്ല, ചരിത്രമറിയില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെങ്കിൽ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്ക്. ഈ വടക്കേ മലബാറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? മാരക രോഗം പിടിപെട്ടിട്ട്, അതേ വസൂരിയും കുരിപ്പും കുഷ്ഠവും മാരക രോഗങ്ങൾ പിടിപെട്ടിട്ട്, തലമത്തട്ടിയും അതുപോലത്തെ രോമറാവ്യാധികൾ പിടിപെട്ടിട്ട് ഓരോ ദിവസവും 10ഉം 100ഉം ആളുകൾ ഓരോ നാട്ടിലും മരിച്ചു തീരുകയാ. സുബ്ഹാനല്ലാഹ്. കൂടുതൽ പഴക്കമുള്ള പള്ളിക്കാടുകളിൽ ചെന്ന് കബറുകളിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. എന്റെ നാടാകുന്ന പുല്ലാര മക്ബറയിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. അവിടുത്തെ താഴ്ഭാഗത്ത് കാണുന്ന മക്ബറ മുഴുവനും പഴയ കാലത്ത് വസൂരി പിടിച്ചിട്ട്, കുരിപ്പ് പിടിച്ചിട്ട്, മാരക രോഗം പിടിച്ചിട്ട് മറവയ്യപ്പെട്ട മയ്യത്തുകളാ. നമ്മുടെ ഒട്ടുമിക്ക മഹല്ലുകളിലും അങ്ങനെയുണ്ട്. അങ്ങനത്തെ മാറാവ്യാധി രോഗങ്ങൾ ഇവിടെ
പടർന്നു പന്തലിച്ചതായിരുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ വന്നപ്പോഴുള്ള അവസ്ഥ. ഈ മഖ്ദൂം തങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാൽ രചിക്കപ്പെട്ട സുബ്ഹാന മൗലിദ്, ആ മൗലിദ് ഒന്ന് ചുരുക്കിയിട്ട് മങ്കൂസ് മൗലിദ് എഴുതിയതാ. ഈ മങ്കൂസ് മൗലിദ് ഈ വടക്ക് മലബാറിലെ എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും വ്യാപാരവൃതം ജനങ്ങളും അങ്ങ് പാടിത്തുടങ്ങിയതാ, ഓതിത്തുടങ്ങിയതാ. അതോടുകൂടി അത്തരം മാരക രോഗങ്ങളൊക്കെ ഇവിടുന്ന് നാട് നീങ്ങിപ്പോയതാ. തലമത്തട്ടിയും കുരുപ്പും വസൂരിയും ഒക്കെ അങ്ങനെ നാട് നീങ്ങിപ്പോയതാ. അല്ലാ അല്ലാ, ഓരോ കുട്ടികളെ നാവിലും അന്ന് മങ്കൂസിന്റെ ഈരടികളാ, ഹിക്കായത്തിന്റെ വാക്കുകളാ. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇവിടെ നമ്മുടെ നാട്ടിൽ 50 വയസ്സിന്റെ മേലെ പ്രായമുള്ള ചെറുപ്പ ആളുകൾ എടുത്തു നോക്ക്, അവർക്കൊക്കെ മങ്കൂസിന്റെ ഓരോ ഹിക്കായത്തുകളും മനപ്പാടമാ, ഓരോ വരികളും മനപ്പാടമാ. അതേസമയത്ത് 15, 20, 25, 30, 35 വയസ്സ് പ്രായമുള്ള കുട്ടികള്, എന്റെയും സമപ്രായക്കായ ആളുകള്, നമുക്കല്ലേ മങ്കൂസ് കിട്ടാത്തത്, നമുക്കല്ലേ മങ്കൂസ് മനപ്പാടമില്ലാത്തത്, നമുക്കല്ലേ ഹിക്കായത്ത് വായിക്കാൻ അറിയാത്തത്. അതേ സമയത്ത് അന്ന് ഇവിടുത്തെ ഈ രോഗങ്ങളൊക്കെ നാട് നീങ്ങിപ്പോയത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മദ്ഹികള്, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പറയലുകള്, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പാട്ടുകള്, റസൂലുള്ളാഹിന്റെ മദ്ഹി ഗീതങ്ങള് അവരെ ചുണ്ടുകളിലും നാവുകളിലും അവരെ ഹൃദയങ്ങളിലും അങ്ങ് രൂഢമൂലമായപ്പോ, തങ്ങള് ജീവിച്ചപ്പോ, തങ്ങള് നിങ്ങളെ കൽബിലുള്ളപ്പോ, തങ്ങള് നാവിലുള്ളപ്പോ, തങ്ങള് ചുണ്ടിലുള്ളപ്പോ, തങ്ങള് വീട്ടിലുള്ളപ്പോ, തങ്ങള് കുടുംബത്തിലുള്ളപ്പോ, തങ്ങള് നിങ്ങളെ സർവ്വമേഖലകളിലുമുള്ളപ്പോ ഒരതാപും വരൂല, ഒരു രോഗവും വരൂല. ഓ മുസ്ലിമീങ്ങളെ, ചിന്തിക്കാൻ വേണ്ടി പറയുകയാ. എന്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ റിക്കാർഡ് എനിക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട. എത്ര കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുടുംബത്തില് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ക്യാൻസർ ഇല്ലാത്തവരുണ്ടോ? ട്യൂമർ ഇല്ലാത്തവരുണ്ടോ? കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ലാത്തവരുണ്ടോ? മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവച്ഛവങ്ങളായിട്ട് വേദന കടിച്ചിറക്കി കഴിയുന്ന ഒരാളെങ്കിലും കുടുംബത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം നമ്മുടെ നാടുകളിലുണ്ടോ? നമ്മുടെ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടോ? നമ്മുടെ മഹല്ലുകളിലുണ്ടോ? അല്ലാ അല്ലാ, വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചു, ശാസ്ത്രം എത്ര മുന്നോട്ട് നീങ്ങി, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാ, എന്തെല്ലാം സംവിധാനങ്ങളാ, എന്തെല്ലാം ചികിത്സാ രീതികളാ. എത്ര കണ്ട് വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നുവോ, എത്ര കണ്ട് ആരോഗ്യരംഗത്ത് പുരോഗതി കൈവരിക്കുന്നുവോ, എത്ര ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുന്നുവോ, അത്യന്താധുനിക സൗകര്യങ്ങൾ എത്ര കണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വർദ്ധിക്കുന്നുവോ, അത്ര കണ്ട് രോഗങ്ങൾ വർദ്ധിക്കുകയല്ലേ, രോഗികൾ വർദ്ധിക്കുകയല്ലേ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വർദ്ധിക്കുകയല്ലേ. മോനെ, തിരിച്ചറിയണ്ടേ, ഈ ഹബീബ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ഹബീബ് നിങ്ങളെ ചുണ്ടിലുണ്ടെങ്കിൽ, ഈ ഹബീബ് നിങ്ങളെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ഹബീബ് നിങ്ങളെ വീടിലുണ്ടെങ്കിൽ, ഈ ഹബീബ് നിങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ ശിക്ഷ വരൂല, അല്ലാഹു ശിക്ഷിക്കൂല. അമാനുല്ലി അഹ്ലിൽ അർളി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉല്ലാഹുൽ അദബാ വയദ്റഊ. ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മളൊക്കെ ഏതെങ്കിലും പള്ളി കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഒരു മദ്രസ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന കേന്ദ്രീകരിച്ച് വളരെ വിപുലമായിട്ടൊരു റാലിയും നടത്തിയിട്ട്, വിപുലമായിട്ടൊരു പ്രഭാഷണവും സംഘടിപ്പിച്ചിട്ട്, വിപുലമായിട്ടൊരു അന്നദാനവും സംഘടിപ്പിച്ചിട്ട്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധങ്ങളും കടപ്പാടുകളും അതിൽ മാത്രം ഒതുക്കി തീർത്തിട്ട് നമ്മുടെ ജീവിതം നമ്മൾ നല്ല ധന്യമാണെന്നും ധരിച്ചു
ധരിച്ചു പോവുകയല്ലേ. അല്ലാ, നിന്റെ ചുണ്ടിൽ മുത്തുനബിയുണ്ടോ? നിന്റെ നാക്കിൽ മുത്തുനബിയുണ്ടോ? നിന്റെ ലൈഫിൽ മുത്തുനബിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ എവിടെയാണ് അല്ലാഹുവിന്റെ റസൂലുള്ളത്? നിന്റെ അമ്പത്തി ജീവിതത്തിൽ മുത്തുനബിയുണ്ടോ? നിന്റെ വസ്ത്രധാരണ രീതിയിൽ മുത്തുനബിയുണ്ടോ? നീ ചെരുപ്പ് ധരിക്കുന്നതിൽ മുത്തുനബിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെയാ നിങ്ങളുടെ ജീവിതത്തിൽ നീ എഴിച്ചു കാണുന്നത്? ഇല്ല, ഇല്ല. ഈ ഖുർആന്റെ പദാ ജീവിക്കുന്ന ചരിക്കുന്ന പതിപ്പായിരുന്നു ഹബീബ് റസൂലുള്ളാഹ്. ഹബീബ് റസൂലുള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പ്രയാസവും വരില്ല, ഒരു ദുരിതവും വരില്ല, ഒരു പരീക്ഷണവും വരില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളതാണ്. അവിടുത്തെ മക്കളുണ്ടോ? സഹ്ലു ബൈത്ത് നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ ലൈഫിലുണ്ടോ? അഹ്ലു ബൈത്തിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അഹ്ലു ബൈത്താണെന്ന നിലയില് ഹബീബിന്റെ സന്താന പരമ്പരകളെ അവിടുത്തെ ശരീരത്തിന്റെ കഷ്ണങ്ങളാണെന്ന നിലക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പഴയകാലത്തെ ആളുകളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ നാട്ടിലെ പ്രതാപമുള്ളവർ കഴിഞ്ഞു പോയില്ലേ? നാടുവാഴികൾ കഴിഞ്ഞു പോയില്ലേ? വലിയ പണക്കാർ കഴിഞ്ഞു പോയില്ലേ? അല്ലാ, ഏതെങ്കിലും നാട്ടിൽ നിന്നൊരു തങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തങ്ങൾക്ക് വേണ്ട വീട് വെച്ചു കൊടുത്തിട്ട് ഏക്കറക്കണക്കിന് ഭൂമിയും കൊടുത്തിട്ട് സർവ്വ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിട്ട് തങ്ങന്മാരെ നാട്ടിൽ നിന്ന് താമസിപ്പിച്ചതല്ലേ? സൗകര്യപ്പെടുത്തി കൊടുത്തതല്ലേ? എന്തിനാണ് അത്? നാടിന് സലാമത്തോ, നാടിന് സുരക്ഷയാ, കുടുംബത്തിന് സുരക്ഷയാ. ഞാൻ എന്റെ സാധാരണക്കാരോട് ചോദിക്കും, ബോംബെ നിങ്ങൾക്കറിയുമോ? ചെന്നൈ നിങ്ങൾക്കറിയുമോ? ബാംഗ്ലൂർ അറിയുമോ? വലിയ വലിയ സിറ്റികളും ടൗണുകളും പട്ടണങ്ങളും നിങ്ങൾക്കറിയുമോ? എന്തെല്ലാം അക്രമങ്ങളും അരാജകത്വങ്ങളും തോന്നിവാസങ്ങളുമാണ് അവിടെയൊക്കെ നടമാടുന്നത്. ആ വലിയ തോന്നിവാസങ്ങളും തിന്മകളും നടമാടുന്ന ടൗണുകളിലൊക്കെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരാതിരിക്കോ, അല്ലാഹുവിന്റെ അദാബ് വരാതിരിക്കോ, നാട് നേരെ കുട്ടിച്ചോറാവാതിരിക്കോ, അട്ടിമറിക്കപ്പെടാതിരിക്കോ, ഇടിച്ച് വർഷിക്കപ്പെടാതിരിക്കോ. ഒട്ടുമിക്ക ടൗണുകളിലും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരു സയ്യിദിന്റെ മക്ബറ കാണാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് അവിടെ താമസിപ്പിച്ചതാ. അവിടെ അദാബ് വരാതിരിക്കാ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ടവർ നിൽക്കുമ്പോ, ആ നാട്ടിലുണ്ടാകുമ്പോ ഒരു ശിക്ഷയും വരൂല. അല്ലാഹുവിന്റെ റസൂൽ നിലനിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നീ വിശുദ്ധ ഖുർആനും ഈ ഖുർആന്റെ പ്രത്യേകതയും നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തും അതാ അഹ്ലു ബൈത്തിനെ ലോകത്ത് നിലനിർത്തും എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾ സമയം കഴിഞ്ഞാൽ നിർത്തുകയാണ്. എല്ലാ കാലത്തും ഈ ഉമ്മത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാവണമെങ്കിൽ ഒരു സയ്യിദ് മുമ്പിൽ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് എത്ര സമരങ്ങൾ നടന്നിട്ടുണ്ട്. ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈൻ, ഒരുപാട് സമരങ്ങൾ നടന്നു. 27 സമരങ്ങളിൽ മുത്തുനബി പങ്കെടുത്തിട്ടുണ്ട്. 47ഓളം സമരങ്ങൾ നബി പങ്കെടുക്കാതെ സ്വഹാബത്തിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത, ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും എതിരിൽ പൊരുതിയിട്ടുള്ള ശത്രുക്കൾ അത് ബദറോട് കൂടി തീർന്നു. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നില്ല. ഉഹദിലെ ശത്രുക്കൾ അവിടെ അവസാനിച്ചു. അവർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നില്ല. അബൂജഹലിന്റെ മക്കൾ പരമ്പര. അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾ നിലനിൽക്കുന്ന ഒരു ശത്രുക്കളുണ്ട്. അതാരാണെന്നറിയോ? ഹബീബ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ വലിയ സമരമല്ലേ ഖൈബർ യുദ്ധം. ഈ ഖൈബർ യുദ്ധം നടക്കുമ്പോ ഖൈബർ യുദ്ധം മുശ്രിക്കീങ്ങളോടല്ലല്ലോ, ഖൈബർ യുദ്ധത്തിലെ ശത്രുക്കൾ ജൂതന്മാരാണ്. അതേ ഇന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദു വന്നസ്വാറാ വല്ലദീന അശ്റകൂ. ഈ സത്യവിശ്വാസികളോട് ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ജൂതന്മാർക്കാണ്. ജൂതന്മാരെ പോലെ മുസ്ലിമീങ്ങളോട് ശത്രുതയുള്ള ഒരു വിഭാഗമില്ല. ഈ ജൂതന്മാരുമായി നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം. സാധാരണക്കാര് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖൈബർ രണാങ്കണത്തിൽ അണിനിരന്നപ്പോൾ അതാ യുദ്ധം ഇങ്ങനെ ജൂതന്മാര് തന്ത്രപരമായി നീട്ടി കൊണ്ടുപോകുമ്പോ സഹീഹുൽ ബുഖാരിയിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റിന് ശേഷം പറഞ്ഞു, അല്ലാഹ് നാളെ കാലത്ത് ഞാൻ ഈ ഖൈബറിന്റെ പതാക ഒരാളെ കയ്യിൽ കൊടുക്കും. യുഹിബ്ബുഹുല്ലാഹു വറസൂലു, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന, അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ ഖൈബറിന്റെ പതാക ഞാൻ കൊടുക്കും. യഫ്തഹില്ലാഹു ബിയദിഹി, ആ വ്യക്തിത്വത്തിന്റെ കയ്യിലൂടെ, ആ വ്യക്തിത്വത്തിന്റെ വഴിയായി, ആ വ്യക്തിയിൽ കൂടി ഈ ഖൈബർ അല്ലാഹു ഫതഹാക്കുന്നതാണ്. ഈ ഖൈബറിൽ പടച്ചറ വിജയം തരുന്നതാണ്. ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ പതാക ഞാൻ കൊടുക്കുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം സർവ്വ സ്വഹാബികളും ഓരോരുത്തരും തങ്ങളുടെ മുൻപിൽ വരുന്നു. എന്നെ തങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ പതാക തന്നിരുന്നെങ്കിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഒരിക്കൽ പോലും ഒരു സ്ഥാനമോ മാനമോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അന്നത്തെ ദിവസം ഞാനും ഓർത്തിരുന്നു, പതാക എന്റെ കയ്യിൽ നിന്ന് തന്നെങ്കിലോ. കാരണം ഈ പതാക കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ മഹബ്ബത്തുണ്ട്, റസൂലിന്റെ മഹബ്ബത്തുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ. അത് ഓർത്തുകൊണ്ട് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഞാനും ചിന്തിച്ചതാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് എന്താണ്? ഐന അലി ഇബ്നു അബീ ത്വാലിബിൻ, അലിയാരവിടെ? അലി റളിയല്ലാഹു അൻഹു എവിടെയെന്നാ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബ് അലിയാർ ടെന്റിൽ കിടക്കുകയാ. കണ്ണിന് അസുഖം ബാധിച്ച് ചെങ്കണ്ണി പിടിപെട്ട് പുറത്തു വരാൻ പറ്റാതെ അസുഖബാധിതനായിട്ട് ടെന്റിൽ കിടക്കുകയാ. ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിക്കുന്നു, അലിയാരെവിടെ? അലിയാരെ കൊണ്ടുവരുന്നു. ചെങ്കണ്ണി പിടിച്ച കണ്ണ് തിരുമ്മിക്കൊണ്ട് അലിയാരങ്ങ് വന്നപ്പോ അലിയാരെ കയ്യിൽ പതാക കൊടുത്തു. നിങ്ങൾ പോവുക, നിങ്ങൾ സമരം നടത്തുക. ഇത് ഇന്നേക്കുള്ള സമരമല്ല, ഈ കാലഘട്ടത്തിലേക്കുള്ള സമരമല്ല. ഖിയാമത്ത് നാൾ വരെ ജൂതന്മാരിൽപ്പെട്ട അവസാനത്തവനെയും കൊല്ലുന്നത് ബഹുമാനപ്പെട്ട അലിയാര മക്കളാ, ഇമാം മഹ്ദിയാ. എല്ലാ കാലത്തും ഈ ഉമ്മത്തിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ അലിയാര മക്കളാ, അഹ്ലു ബൈത്താ. നിങ്ങൾ ഓർത്തു നോക്കൂ, മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി നിങ്ങൾ ഓർത്തു നോക്കൂ. എല്ലാ കാലത്തും ആ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാ, സാദാത്തുക്കളാ. പാണക്കാട് സാദാത്തുക്കൾ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട താജുൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ നേതൃത്വം ഉൾപ്പെടെ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബദർ സാദത്ത്, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളെ പോലെ എത്രയെത്ര ബഹുമാനപ്പെട്ട മലേഷ്യ ആബിദീൻ ബാഫഖി തങ്ങളെ പോലെ എത്രയെത്ര സാദാത്തുക്കളാ. എല്ലാ കാലത്തും ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് ശക്തി പകരുന്ന, അതേ വലിയ നേതൃത്വം നൽകുന്നത് ഈ അലിയാര മക്കളാ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്നും കോടിക്കണക്കിന് അനുയായികൾ ക്ഷമയോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ആ വലിയ പദവിയോട് കൂടിയിട്ട് ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം തങ്ങന്മാരെ പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അവിടുത്തെ ഖാദിരിയ ത്വരീഖത്ത് ഉൾക്കൊണ്ട കോടിക്കണക്കിന് ആളുകളില്ലേ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ രീതിയും അവിടുത്തെ ശാസ്ത്രവും ഉൾക്കൊണ്ടിട്ട് അവിടുത്തെ ത്വരീഖത്തിന്റെ ആളുകളായിട്ട് കോടിക്കണക്കിന് ആളുകളില്ലേ. ഷാദുലി ഇമാമിന്റെ ഷാദുലി ത്വരീഖത്തിലായി കോടിക്കണക്കിന്
ആളുകളില്ലേ? അല്ലാ അല്ലാ, അവരൊക്കെ വാളുകൊണ്ട് യുദ്ധം ചെയ്തതാണോ? അവരെന്തെല്ലാവരും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരാണോ? ആയുധമേന്തിയവരാണോ? ആയുധമെടുത്തവരാണോ? യുദ്ധം ചെയ്തവരാണോ? അല്ല അല്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ വൃത്തത്തിലുള്ള എത്ര ലക്ഷം കോടിക്കണക്കിന് ആളുകൾ, അവരൊക്കെ എന്തൊരു അച്ചടക്കമുള്ളവരാ, എന്തൊരു ശേഷിയുള്ളവരാ, എന്തൊരു ആത്മധൈര്യമുള്ളവരാ, എന്തിനും പോന്നവരാ. അല്ലാ, ഇങ്ങനെ എല്ലാ കാലത്തും ഈ ദീനിന്റെ കാവൽക്കാരായി, ഈ ദീനിന്റെ നേതൃത്വ നിരയിലായിട്ട് നിൽക്കുന്നത് ഈ അലിയാര മക്കളാ. അതിനാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തന്നെ പതാക കൊടുത്ത് ഏൽപ്പിച്ചത്. ഈ ഉമ്മത്തിനെ എന്നും പിടിച്ചു നിർത്താൻ, ഉമ്മത്തിന് വിജയം നൽകാൻ, ഉമ്മത്തിന്റെ ശത്രുക്കളെ തൂത്തെറിയാൻ അലിയാര മക്കൾക്കല്ലാതെ കഴിയൂല. ഓ സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ വലിയ മഹാനാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ പറ്റി കൂടുതൽ പറയാൻ കഴിഞ്ഞിട്ടില്ല, ഗൗസുൽ ആദമിന്റെ ചരിത്രം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതേ ഹിജ്റ 470 ജനിച്ച ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം, 91 വയസ്സ് ജീവിച്ച ഗൗസുൽ ആദം ഏതെല്ലാം രൂപത്തിലാണ് അവിടുന്ന് ഇൽമു പഠിച്ചത്. ഇൽമു പഠിച്ചിട്ട് ദർസൽ കുന്തു ബഹുമാനപ്പെട്ട ദർസുൽ ഇൽമ ഹത്താ സിർതു കുതുബാ. അതേ, ഇവരൊക്കെ വലിയ ഇൽമു പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ്. അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിജ്ഞാനം പോലെ തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ എല്ലാവരും തികഞ്ഞ വിവരമുള്ളവരാ. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകളും ഈ ഖുർആനിന്റെ അത്ഭുതങ്ങളും ഈ ലോകത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഖുർആൻ വലിയ സംഭവമാണ്. പക്ഷെ ഈ ഖുർആനിന്റെ ശരിയായ പ്രത്യേകതകൾ അത് യഥാവിധിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് അഹ്ലു ബൈത്തിനാണ്.